നിങ്ങൾക്ക് ഈ കഥ പൂർണ്ണമായിട്ട് മനസ്സിലായോ? ഒരു 5 പ്രാവശ്യമൊക്കെ വെച്ച് ഇതിന്റെ അവസാനം ആദ്യം തൊട്ട് അവസാനം വരെ കഥ എന്താന്ന് അറിയോ? ഇല്ല. ഇല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാവില്ല എന്നത് ഉറപ്പുള്ളതുകൊണ്ട് നിങ്ങളടുത്ത് ഇപ്പൊ എന്റെ ക്യാരക്ടർ ആണെങ്കിൽ എന്റെ ക്യാരക്ടറിന്റെ ആർക്കും എന്റെ ചുറ്റും എന്റെ ഞാൻ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, എന്റെ ഇപ്പൊ കോമ്പിനേഷനുള്ള ആൾക്കാരും അവരുടെ ലൈഫും അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്. അതല്ലാതെ ഒരു ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ഈ സിനിമയില്. അപ്പൊ ഓരോ ഇൻസിഡൻസും മനസ്സിലാക്കി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സിനിമയാണ്. അപ്പൊ അതിപ്പോ ഞാനിപ്പോ അത് അറിഞ്ഞതുകൊണ്ടും ഇപ്പൊ ആ ക്യാരക്ടർ ചെയ്യുന്ന ഇപ്പൊ ഈ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ചെയ്യാൻ ഇതൊന്നും അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഇല്ല. കാരണം അത് വലിയ സിനിമ ആയതുകൊണ്ട്. വലിയ സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നല്ലൊരു പീരിയഡ് ഫിലിമാണ്. പല സ്ഥലത്ത് പല സമയങ്ങളിൽ നടക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്റേതാണ് എന്റെ അടുത്ത് നോക്കി പോയാ മതിയല്ലോ. അത് ഈ പറഞ്ഞ പോലെ മുരളിച്ചേട്ടനോടുള്ള ഒരു വിശ്വാസവും കൂടെ ഡെഫിനറ്റ്ലി അതിനകത്തുണ്ട്. എല്ലാ സിനിമകളും അങ്ങനെ ചെയ്യും എന്നുള്ളതല്ല. പക്ഷെ അത് നമുക്കും കൂടെ അങ്ങനെ ഒരാളിലൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമ്പോ അങ്ങനെ ഒരു സിനിമ വരുമ്പോ നമുക്കത് ചെയ്യാൻ തോന്നില്ലേ, അതാണ്.